ആണ് നിലപാടില്ലായ്മ എന്ന് ഞാൻ പറയുന്നത്. നിലപാടില്ലായ്മകളുടെ രാജ്ഞി ആണ് കരച്ചിൽ മോൾ, അല്ലെങ്കിൽ കല്ലുമോൾ എന്നൊക്കെ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതില നോറ, അതേപോലെ മസ്താനി. ഐ ഡോണ്ട് ലൈക്ക് മസ്താനി ആസ് എ ഗെയിമർ, ആസ് എ ക്യാരക്ടർ ആണെങ്കിലും. ലാലേട്ടന വരെ ചിലപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ വരുമ്പോൾ താൻ ആരോടോ ചോദിക്കാന്നുള്ള രീതിയിലുള്ള ഒരു സാധനം ചിലപ്പോൾ മസ്താനിയുടെ അടുത്തുനിന്ന് വരും. ലക്ഷ്മി ആണെങ്കിലും അറഗന്റ് ആറ്റിറ്റ്യൂഡാണ്. ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും ഇരുന്നിട്ട് പോരെ, അങ്ങനത്തെ രീതിയിലുള്ള സംസാരമൊക്കെയാണ്. ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ ഒരു മര്യാദയോ കണ്ടസ്റ്റൻസിന് ഞാൻ കണ്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലൈക്ക് പലരും അതിൻ്റെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, അതിനെന്താ അനുമോൾ കണ്ടു എന്നല്ലേ പറഞ്ഞുള്ളൂ എന്നുള്ളത്. അനുമോൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ സദാചാരം പറയാണോ? ഇപ്പോൾ ആദിലയും നോറയും കെട്ടിപ്പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കുത്തിമറയോ, എങ്ങനെ തന്നെ പറയുന്നു, കുത്തിമറയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ബെഡിൽ? അതൊന്നും ചെയ്യുന്നില്ല. ഇവര് ചെയ്തതിൽ സദാചാരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇവര് ചെയ്തതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യും, ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന്. അങ്ങനെ അല്ലല്ലോ ശരിക്കും പറഞ്ഞത്. എപ്പിസോഡ് കണ്ടവർക്കറിയാം ചെയ്യാൻ പാടില്ലാത്തതാണ് നീ ചെയ്തതെന്നാണ് ആര്യന്റെ അടുത്ത് ആദ്യം സംസാരിച്ചത് അനുമോള്. ആഫ്റ്റർ ദാറ്റ് ആണ് ഇപ്പോ കഥ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ, ഞാൻ ജസ്റ്റ് കണ്ടു എന്നേ പറഞ്ഞുള്ളൂ എന്നുള്ള രീതിയിൽ കഥ മാറ്റിയത്. അങ്ങനെ കണ്ടു എന്നേ ഉള്ളൂ, അത് കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്തോട്ടെ എന്നുള്ള മൈൻഡുള്ള അനുമോളാണെങ്കിൽ ഇവിടെ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതിലെ നോറയും വന്നിട്ട് ഡെമോ കാണിക്കാൻ പറയുമ്പോൾ ഡെമോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അനുമോള് പറഞ്ഞ എന്താണ്, അവർക്ക് പുറത്തൊരു ജീവിതം ഉണ്ട്, അത് നശിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. ഇത്രയും സംസാരിച്ച അനുമോൾ ഇപ്പോ അതിലെയും നോറയും മസ്താനിയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയാണ് അവർ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അത് അവർക്ക് അത് എന്ത് വേണേ ചെയ്യാം, അത് അവരുടെ ഇഷ്ടമാണ്, ഞാൻ കണ്ടു എന്നേ ജസ്റ്റ് പറഞ്ഞുള്ളൂ എന്ന്. ഇപ്പുറത്തെ ബെഡിലിരുന്ന് അപ്പുറത്തെ ബെഡിലോട്ട് എത്തി നോക്കുന്നത് തന്നെ ആകെ വലിയ തെറ്റ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ തന്നെ കണ്ടു എന്ന് വെക്കുക. അവിടെ സ്പോട്ടിൽ ചോദിക്കാം, എന്തുകൊണ്ട് ചോദിച്ചുകൂടാ, നിങ്ങൾ എന്ത് ഉമ്മയ്ക്കാണോ സ്പോട്ടിൽ ചോദിക്കാം. അത് ചോദിച്ചില്ല. കാരണം എന്താണ്, അനുമോളുടെ നല്ല മനസ്സ്, പുറത്തൊരു ജീവിതം ഉണ്ട്, അത് കളയണ്ടെന്ന് വെച്ചിട്ടാണെന്ന്. പക്ഷെ അമ്മയെ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന്, വൃത്തികേടാണ്, കാണിക്കാൻ പാടില്ലാത്തതാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഡെമോ വരെ കാണിച്ച നിലപാടിന്റെ രാജ്ഞി ഇപ്പൊ നേരെ തിരിച്ചിട്ട് പറയാണ് ഇവിടെ എവിടെ ഞാൻ സദാചാരം പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ചെയ്യാം, ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞു. എന്തൊരു ക്യാരക്ടറാണ്. ഇതിന്റെ മേലെയും വെള്ളപൂശാൻ വരും ഫാൻസ് പറന്ന്.